എന്നാ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാകവി കുഞ്ഞൻ നമ്പ്യാർ ഒരു കൂടം വെള്ളം തോളിലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു അസാധ്യമായതൊന്നുമില്ലെന്ന്. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒന്നുമില്ലെന്നാണ് പറയുന്നത്. കണ്ടോ, ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നതാണ്. അസാധ്യമായതൊന്നുമില്ലെന്നാണ് മഹാകവി പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, എന്തെല്ലാം മനുഷ്യന്മാർ ഉണ്ടാക്കി കൂട്ടുന്നു. കണ്ടോ, എന്തെല്ലാം മനുഷ്യന്മാരുണ്ടായിക്കൊട്ടുന്നു. കേട്ടോ, നിമിഷം നേരം കൊണ്ട് അതൊരു സ്പോഞ്ച് ബെഡാവും. ഇതാണ് അസാധ്യമായതൊന്നുമില്ലെന്ന് മഹാകവി പറഞ്ഞത്. കണ്ടോ, ചെറിയ മനുഷ്യൻ വലിയ മിഷനറി കൊണ്ടുപോകുന്നുണ്ട്. കണ്ടോ, വലിയ റോളൊക്കെ വലിച്ചു കയറ്റുന്നുണ്ടോ. മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ല. മനുഷ്യൻ്റെ അതാ നിൽക്കുന്ന ഒരു കാരണവരെയും ആ മിഷനെ നോക്കിയേ, താരതമ്യം ചെയ്ത് നോക്കിയേ. അതാണ് പറഞ്ഞത്, അസാധ്യമായത് ഒന്നുമില്ല മനുഷ്യനെ കൊണ്ട്. ഇത് കണ്ടോ, വലിയ ഒരു മിഷനാണ്, വലിയ മിഷനറികളാണ്, വലിയ മിഷനറികളാണ്. ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ടുപോകണത്. കണ്ടോ, അതിനകത്തിൻ്റെ മേളിലിരിക്കുന്ന മനുഷ്യനെ അത് കൊണ്ടുപോകണത്. അസാധ്യമായതൊന്നുമില്ല, മനുഷ്യനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞവരെയാണ്. ഈ ലോകം സൃഷ്ടിച്ച അള്ളാഹ്ക്ക് ഒന്നുമല്ല, എല്ലാം നിസ്സാരമാണ്. പക്ഷേ സൃഷ്ടാവ് മരിക്കൂല, സൃഷ്ടിച്ചതെല്ലാം മരിച്ചു പോവും. കണ്ടോ, എത്ര നിസ്സാരമായിട്ടാ ആ ആൾ അതിനെ കൊണ്ടുപോണേ. എടുത്തോണ്ട് പോകണോ? ഇല്ല. അതാണ് മഹാകവി കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ അസാധ്യമായതൊന്നുമില്ലെന്ന്. ഒരു കുടം വെള്ളം തോളിൽ വെച്ചിട്ട് പറഞ്ഞത് അസാധ്യമായതൊന്നുമില്ലെന്ന്. എൻ്റെ ചെറുപ്പത്തൊക്കെ ഇത് ഒരു മാസം കൊണ്ട് ചെയ്യുന്ന പണി വേണ്ടോ, സെക്കൻഡ് കൊണ്ട് അത് തീർത്തിട്ട് അത് പോകുന്നുണ്ട്. ഇത് ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട പണിയാണ്. കണ്ടോ, തട്ടിപ്പറക്കിയിട്ട് അതങ്ങ് അത് തട്ടിപ്പറക്കുക. ആ ഓരിലോട് മണ്ണ് എത്ര പെട്ടെന്നാണ് കൊണ്ട് തട്ടിക്കുന്നതെന്നറിയോ. അത് നിർത്തിയിട്ട് അതാ പോകുന്നു. ഇത് കണ്ടോ, അതിനകത്തിരിക്കുന്ന മനുഷ്യനോ ഒരു കുഞ്ഞു മനുഷ്യൻ. ദേ നടന്നു പോകുന്നവരെ തന്നെ താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. ഇതേ നടന്നു പോകുന്നില്ലേ. ഇതാണ് പറയുന്നത്, മനുഷ്യനെ കൊണ്ട് പറ്റാത്തത് ഒന്നുമില്ലെന്ന്. ഇത് കേട്ടോ, വലിയൊരു രാജവും പലയാണ്. ആ മനുഷ്യനെക്കാളും വലിയ വലുതാണ്. അതിലൊരു കടി കൊടുത്താൽ ഇവൻ്റെ അഡ്രസ് ഇല്ല. പക്ഷേ എന്താണ്, മനുഷ്യനെ കീഴടങ്ങാത്ത ഒരു വസ്തുവില്ല. കേട്ടോ, മനുഷ്യനെ കീഴടങ്ങാത്ത ഒരു വസ്തുവില്ല. കണ്ടോ, കടലിൽ പോയിട്ട് മീനും പിടിച്ചിട്ട് എത്ര പേര് കൂടിയിട്ടാ വലിച്ചു കയറ്റുന്നത്. കണ്ടോ, ഇതാണ് പറയുന്നത്, മനുഷ്യനെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല, അസാധ്യമായത് ഇതേ അത് ഓട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് കടലിൽ കൂടി. ഇതേ തിമിംഗലം, ഇതൊക്കെ ഡിഷായിട്ട് വരുന്നതാണ്. എന്തോരം മീനുകളാണ് മനുഷ്യന് വേണ്ടി മുകളിലുള്ളവൻ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അവനെ നിങ്ങൾ മറന്നുപോകും. ആരെങ്കിലും ഒരാളൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ അവനെ നിങ്ങൾ കയറി ദൈവം എന്ന് വിളിക്കും. ദൈവമല്ല മക്കളെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചാണ്. ദൈവത്തിൻ്റെ പേടി കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവൻ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാനം ചെയ്യൂല അവൻ. ഇത് കണ്ടോ, എത്ര വലിയ കപ്പലാ അതിനകത്തിരിക്കുന്ന ആളാണ്ടോ, ഓടിക്കുന്നവനെ കണ്ടോ. കണ്ടു, മനുഷ്യനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് ഞാനാണ് ഇവിടുത്തെ ദൈവം, എൻ്റെ കാൽപാദങ്ങളിൽ പൂജ ചെയ്യുക. അവനൊക്കെ ചത്തുപോകുന്നവനല്ലേ. കണ്ടോ, ഇതാണ് അള്ളാൻ്റെ കഴിവ്. പക്ഷെ ഇതെല്ലാം നശിച്ചു പോവും, വെള്ളത്തിൽ മുങ്ങിപ്പോവും. കണ്ടോ, കടലിൻ്റെ നടുക്കാണ്. കണ്ടോ, വെള്ളപ്പൊക്കം വരുന്നുണ്ടോ.
പ്രകൃതി ദുരന്തം. ഇതാണ് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. പ്രകൃതി ഏത് സമയം ദുരന്തം ബാധിക്കും. എന്നിട്ട് ഇവിടെ ആൾക്കാർ ചെയ്ത് കൂട്ടുന്നതോ എന്തെല്ലാം ചെയ്ത് കൂട്ടുന്നു? കരക്കാരെ കൊല്ലുന്നു. അവൻ്റെ പൈസ ഇവൻ്റെ പോക്കറ്റിൽ എങ്ങനെയും വരണം. പാവം ഒരു അമ്മ ഒരു പവൻ സ്വർണ്ണം ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കഴുത്ത് മുറിച്ച് പൊളിച്ചിട്ട് അത് അവന് വേണം. അവന് 2 കാലുണ്ട്, കൈയുണ്ട്, എല്ലാ അവയവങ്ങളും നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ അവന് അധ്വാനിക്കാൻ മടിയാ. കണ്ടോ, ദേ വരുന്ന വെള്ളം കണ്ടോ? അവൻ കാറെടുക്കാൻ ഓടുന്നുണ്ടോ? ദേ പോകുന്ന വെള്ളം. ഇത് ഒരു അപ്രതീക്ഷിതമായ ഒരു വെള്ളമാണ്. ഇത് ചുഴലിക്കാറ്റ്, അപ്രതീക്ഷിതമായുള്ള ചുഴലിക്കാറ്റാണ്. കണ്ടോ, പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പർവ്വതങ്ങളൊക്കെ ഇടിയുന്നുണ്ടോ? ഇടിഞ്ഞ് ദൂരെ തെറിക്കുന്നുണ്ടോ? മഞ്ഞുമലകളാണ് ഇടിഞ്ഞു വരുന്നുണ്ടോ? മഞ്ഞുമലകളൊക്കെ ഇടിഞ്ഞു വരുന്നുണ്ടോ? മനുഷ്യനെ കൊണ്ട് തടുക്കാൻ പറ്റൂല. അസാധ്യമായതൊന്നുമില്ലെന്നത് ശരിയാണ്, പക്ഷേ ഇത് തടുക്കാൻ ഒക്കൂല. ഇത് ആർക്കും തടുക്കാൻ ഒക്കൂല. മേളിലുള്ളവർ മാത്രമേ തടുക്കാൻ ഒക്കുള്ളൂ. ഫാക്ടറി ഉണ്ടോ? ഫാക്ടറി, കരിമ്പ് ഫാക്ടറി, ഇതെല്ലാം മനുഷ്യൻ ചെയ്താണ്. ഇതുണ്ടോ, മധുരമുള്ള വസ്തുക്കൾ എടുക്കുന്നതാണ് കരിമ്പ് ഫാക്ടറികൾ. മനുഷ്യൻ കണ്ടോ ഓരോ സാധനങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടോ? കണ്ടോ, ഇതൊക്കെ മനുഷ്യൻ ചെയ്ത് കൂട്ടുന്നതാണ്. എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന പണിയാണ് ആ മിഷൻ ചെയ്യുന്നുണ്ടോ? അതിൻ്റെ മേളിരിക്കുന്നൊരു മനുഷ്യനാ. പക്ഷേ എന്നാ ചെയ്ത് കൂട്ടിയാലും മരണം ഉറപ്പാണ്. അതാരും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അവനായിരിക്കും ഞാൻ മരിക്കൂല, ഞാനാണ് ഇവിടുത്തെ ദൈവം. കണ്ടോ, എത്ര പേര് നിന്ന് ചെയ്യേണ്ട പണിയാണ് ഒരാൾ ചെയ്ത് വിട്ടു പോണത്. അസാധ്യമായതൊന്നില്ല, ശരിയാണ്. പക്ഷെ മരണം ആർക്കൊണ്ട് തടുക്കാൻ ഒക്കൂല. ഇതാണ്. കണ്ടോ, മനുഷ്യ, നീ നിന്നെ മറന്ന് കളിക്കല്ലേ. നീ ഒരു ദിവസം മരിക്കും എന്ന് ചിന്തിച്ചും കൊണ്ട് എല്ലാ പ്രവൃത്തി ചെയ്യുക.